നിതിൻ, ശക്തമായ മഴയാണ് തിരുവനന്തപുരത്തൊക്കെ. കൊല്ലത്ത് കാര്യമായ മഴയില്ല എന്ന് പറയുന്നു. ഇടുക്കിയുടെ അവസ്ഥ എന്താണ്? നേരത്തെ ജെയിൻ സൂചിപ്പിച്ചിരുന്നു, മഴ കുറഞ്ഞു നിൽക്കുകയാണ്, അന്തരീക്ഷമൊക്കെ നല്ലതായി വരുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇടുക്കിയിൽ ഇന്നലെ വൈകിട്ടും അതുപോലെ തന്നെ രാത്രിയിലും ഇടവിട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ രാവിലെ മുതൽക്ക് തന്നെ നേരിയ മഴ മലയോര മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലാണെങ്കിലും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് വരും മണിക്കൂറുകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് കല്ലാർകുട്ടി പാമ്പ്ള ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ KSEBിക്ക് ഉത്തരവ് നൽകിയത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയിട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ലഭിച്ച അത്ര തന്നെ മഴ ഇതുവരെ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 1 മീറ്റർ സെൻറ്റിമീറ്റർ മാത്രമാണ് ഇപ്പോൾ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. അത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാവുന്നില്ല. ചെറിയ രീതിയിലുള്ള വെള്ളം മാത്രമാണ് ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ഇടവിട്ട ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ലഭിച്ചിരുന്നത്. രാവിലെ മഴയ്ക്ക് ശമനമുണ്ട്. അതായത് ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് നെടുങ്കണ്ടം എഴുകും വയലിൽ ഉരുൾപൊട്ടലിന് സമാനമായിട്ടാണ് മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നത്. 3 ഏക്കറിലധികം കൃഷിഭൂമിയാണ് ഇതിലൂടെ നശിച്ചിരിക്കുന്നത്. കുറ്റ്യാനിയിൽ സണ്ണി, അതുപോലെ തന്നെ ചെമരപ്പള്ളി അനീഷ് എന്നിവരുടെ കൃഷിഭൂമികളാണ് ഒലിച്ചു പോയത്. കുരുമുളക്, ഏലം, കാപ്പി തുടങ്ങിയ കൃഷികൾ നശിച്ചിരിക്കുന്നു. 2018 ഇതിന് തൊട്ടടുത്തൊരു വീട് ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ ഇനി ഒരുപക്ഷെ മഴ കനക്കുകയാണെങ്കിൽ, മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് ആശങ്ക ഉണ്ടാവുന്നത്. ശരി നിതിൻ, എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മഴ